വീട് പണി കഴിഞ്ഞിട്ട് റൂമിനുള്ളിൽ പ്രോപ്പറായിട്ടൊരു കട്ടിലിടാൻ പറ്റാത്ത സാഹചര്യത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ വന്നേക്കാം. ആക്ച്വലി ഇത് നമുക്ക് ഈ അടുത്ത് ഇന്റീരിയർ റിക്വയർമെന്റ് വന്നൊരു പ്ലാനാണ്. നമ്മൾ ഈ സൈറ്റ് വിസിറ്റ് ചെയ്യലുണ്ടായി. അപ്പോൾ അവിടെ ഫ്ലോറിങ്ങും പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് കിടക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നോക്കിയത് അത്യാവശ്യം സൈസുള്ള ഒരു ബെഡ്റൂമാണ്. 3.14 മീറ്റർ ബൈ 4.18 മീറ്റർ. ഇവിടെ നമുക്ക് കോട്ട് പ്ലേസ് ചെയ്യാനുള്ള ഒരു ഏരിയ നോക്കാം. ഏറ്റവും ഉചിതമായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ വോളാണ്. ഈ വോളിൽ നമുക്ക് പ്ലേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇവിടെ വിൻഡോസ് വന്നിട്ടുണ്ട്. ഈ വോളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഈ ഡോറിൻ്റെ ഫ്രണ്ടിലേക്ക് നീണ്ടു കിടക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു നിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു വാർഡ്രോബിന് വേണ്ടിയിട്ട്, ബിൽറ്റ് ഇൻ വാർഡ്രോബിന് വേണ്ടിയിട്ട്. അതുപോലെ ഈ വോളിലും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഈ വോളിലും സ്പേസ്, കോട്ട് വെക്കാനുള്ള സ്പേസ് ഇല്ല. ഒരു ബെഡ്റൂമിൽ നമുക്ക് ആവശ്യം വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കോട്ട്, 2 സൈഡ് ടേബിൾ, ആ കോട്ടിന് ചുറ്റും നടക്കാനുള്ള സ്പേസ്, ഒരു 6 ഡോർ വാർഡ്രോബ് അല്ലെങ്കിൽ 4 ഡോർ വാർഡ്രോബ്, ഒരു സ്റ്റഡി ടേബിൾ. ഇത് ഫർണിച്ചർ ലേഔട്ടിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. ഇത് നമ്മൾ ഈ അടുത്ത് ചെയ്തൊരു പ്ലാനാണ്. ഇതൊരു ചെറിയ ബെഡ്റൂമാണ്, 3.8 ബൈ 3 മീറ്റർ. ഇതിനകത്ത് നമുക്ക് 2 സൈഡ് ടേബിൾ കൊടുക്കാൻ പറ്റി, കോട്ട് കൊടുക്കാൻ പറ്റി, അതിന് ചുറ്റോട് നടക്കാനുള്ള സ്പേസ് ഉണ്ട്, വാർഡ്രോബ് ഉണ്ട്. ഇപ്പോൾ ഈ വാർഡ്രോബ് ഇത്രയും വലുത് വേണ്ടെങ്കിൽ ഇതിനോട് ചേർത്ത് തന്നെ ഒരു സ്റ്റഡി ടേബിളും കൊടുക്കാൻ പറ്റും. അപ്പം ഇനീഷ്യലി തന്നെ നമ്മൾ ഫർണിച്ചർ ലേഔട്ട് കൂടി ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് എല്ലാം പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്താൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വർക്ക് കഴിയുമ്പോൾ നമുക്ക് എല്ലാം നമ്മുടെ ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല.